ബി.കെ. സുഹൈലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുഹൈൽ, തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഇസ്രായേൽ ഇറാനെതിരെ ഇത്തരമൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ വളരെ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? നൗഫൽ, ഇസ്രായേൽ ഏതായിരുന്നാലും ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ആയത്തുല്ലാഹി ഖാംനായി തന്നെ കനത്ത ശിക്ഷ ഇസ്രായേലിന് കിട്ടും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ഇപ്പോഴത്തെ 100 ഡ്രോണുകൾ അയച്ചതിനപ്പുറമായി എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ലോകം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. കാരണം വലിയ ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള ശേഷി ഇപ്പോൾ ഇറാനുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇറാൻ്റെ പ്രധാനപ്പെട്ട ശൃംഖലകളിലെല്ലാം തന്നെ മൊസാദിൻ്റെ കൈകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ റിപ്പോർട്ടുകൾ വരുന്നു. നേരത്തെ തന്നെ ഇറാൻ അത് സമ്മതിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇസ്രായേൽ ഏതായിരുന്നാലും വലിയൊരു ആക്രമണത്തെ കരുതിയിരിക്കുന്നുണ്ട്. ലോക്ക്ഡൗണിന് സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ എങ്ങുമുള്ളത്. ആളുകളൊന്നും തന്നെ അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ബങ്കറുകളിലാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് ഏരിയയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ട്. ആശുപത്രികളെല്ലാം തന്നെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. ഡോക്ടർമാരാരും തന്നെ ലീവിൽ പോകരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ വലിയ ഒരു പ്രത്യാക്രമണത്തെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. ആ തരത്തിൽ തന്നെയാണ് പോകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇപ്പോഴത്തെ ഈ സജ്ജീകരണം മണിക്കൂറുകളല്ല, ദിവസങ്ങൾ തന്നെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരാക്രമണത്തെ ഭയന്നുകൊണ്ട് ദിവസങ്ങളോളം നിൽക്കും ഇസ്രായേൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറുപുറത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് അമേരിക്കയും ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപും മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയും എല്ലാം പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ അറിയാത്ത ഒരു ആക്രമണമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കയെ കൂടി അറിയിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു കോൺഫ്ലിക്റ്റിന് അമേരിക്കയുടെ കൂടി സപ്പോർട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാഖ് അടക്കമുള്ള പ്രധാനപ്പെട്ട എംബസികളിൽ നിന്ന് US ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാടടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിലും അതേപോലെ തന്നെ വലിയ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും നിലയുറപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ സെൻകോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇറാൻ ഇസ്രായേലിൽ മാത്രമായിരിക്കില്ല ആക്രമിക്കുക. കാരണം നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസുകളെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതി ഇറാൻ്റെ അടുക്കലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം വലിയൊരു ആക്രമണത്തിലേക്കെല്ലാം ഇസ്രായേലിൻ്റെ പിന്നാലെ ഇറാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഗൾഫ് രാഷ്ട്രങ്ങളെയും ബാധിക്കും. ഇപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയരുകയാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ഉയരാനാണ് സാധ്യത. സ്വർണ്ണവില ഉയരുന്നു. അപ്പോൾ അങ്ങനെ അത് ഇറാനെയും ഇസ്രായേലും മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല, ലോകത്തെ ആകെ ബാധിക്കുന്ന, പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന കേരളമടക്കമുള്ള പ്രദേശങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏതായിരുന്നാലും ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ അടക്കം പറയുന്നു ഞങ്ങൾ വലിയ ഒരു തിരിച്ചടിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എന്ന്.